സുഹൃത്തുക്കളെ, ഒരിക്കൽ ആധ്യാത്മിക പ്രഭാഷണങ്ങളുടെ നിത്യ കേൾവിക്കാരിയായിരുന്ന ഒരു വീട്ടമ്മയുണ്ടായിരുന്നു. ഒരിക്കൽ പാതിരാത്രി സമയത്ത് ഭർത്താവിന് വല്ലാത്ത ദാഹം തോന്നി കുറച്ച് വെള്ളം കൊണ്ടുതരുവാൻ അടുത്തു കിടന്ന ഭാര്യയോട് പറഞ്ഞു. ഉറക്കം നഷ്ടപ്പെട്ടതിൻ്റെ ദേഷ്യത്തോടെ ഭാര്യ പറഞ്ഞു, നമ്മുടെ ശരീരത്തിൽ തന്നെയാണ് ഗംഗയും യമുനയും സരസ്വതിയും. ഇതാണ് പിങ്കള സുഷുമ്ന നാഡികളിലൂടെ ഒഴുകുന്നത്. പാവം ഭർത്താവ് എന്തു പറയാൻ? അയാൾ എഴുന്നേറ്റ് അടുക്കളയിൽ ചെന്ന് വെള്ളമെടുത്ത് കുടിച്ച ശേഷം തിരിച്ചു വന്ന് കിടന്നു. അടുത്ത ദിവസം ഭാര്യ പ്രഭാഷണത്തിന് പോയപ്പോൾ ഭർത്താവ് അടുക്കളയിൽ ചെന്ന് കറികളിൽ ഏറെ ഉപ്പ് ചേർത്തു. ഭാര്യ വന്നു. ഇരുവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നു. കറികളിൽ ഉപ്പ് കൂടുതലായി കണ്ടു ഭാര്യ വിഷമിച്ചു. കാര്യമറിയാതിരുന്ന അവർ ഒന്നും മിണ്ടാതെ ഭക്ഷണമെല്ലാം കഴിച്ചു. ഇതിനിടയിൽ ഭർത്താവ് അടുക്കളയിലെത്തി കുടിവെള്ളം മുഴുവൻ മറിച്ചു കളഞ്ഞു. ഒരു പാത്രത്തിലും വെള്ളമില്ലെന്ന് ഉറപ്പും വരുത്തി. രാത്രിയായി. ഉപ്പ് കൂടുതൽ തിന്നതിനാൽ അവർ കൂടുതൽ ദാഹിച്ചു. വെള്ളത്തിനായി അടുക്കള മുഴുവൻ തിരഞ്ഞു. വെള്ളം കിട്ടിയില്ലെങ്കിൽ ഞാൻ ദഹിച്ചു പോകും, അവർ പറഞ്ഞു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, ഇന്നലെ നീയല്ലേ പറഞ്ഞത് നമ്മുടെ ശരീരത്തിൽ കൂടി തന്നെയാണ് ഗംഗയും യമുനയും ഒഴുകുന്നത് എന്ന്? അതിൽ നിന്ന് ആവശ്യത്തിന് എടുത്തോളൂ. സുഹൃത്തുക്കളെ, അല്പജ്ഞാനം വിളമ്പി ആത്മദുഃഖം സൃഷ്ടിക്കാതിരിക്കുക, അനുഭവിച്ചത് മാത്രം പങ്കിടുക.